ഞാൻ ഒന്നും മിണ്ടാതെ ഇവിടെ നിൽക്കാം. പക്ഷേ അതെന്റെ വയറ്റിൽ വളരുന്ന കുരുന്നിന്റെ പേരിലാവുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ ഒരു തെറ്റുകാരിയെ പോലെ ഈ വീട്ടിലെ ഒരു കണ്ണും എന്നെ നോക്കാൻ പാടില്ല. ആ ഉറപ്പ് അച്ഛൻ എനിക്ക് തരാൻ പറ്റുമോ? പറ്റും. ഞാൻ എടുക്കുന്ന ഏത് തീരുമാനത്തോടൊപ്പവും ഇവിടെ എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഉറപ്പ് ഞാൻ നിനക്ക് തരും. ഇനിയും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നിന്റെ തീരുമാനം നിനക്കെടുക്കാം. അതിപ്പോ എനിക്കറിയുകയും വേണം. ഈ തവണ, ഈ ഒരു തവണ കൂടി അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കാം. അത് മറ്റൊന്നും കൊണ്ടല്ല, അച്ഛൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാ. എന്റെയും നന്ദേട്ടന്റെയും കുഞ്ഞ് ജനിച്ചു വളരേണ്ടത് ഈ വീട്ടിലാ. പിന്നീട് അത് അതിന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഉത്തരം മുട്ടി പോരുതല്ലോ. അച്ഛന്റെ സ്നേഹമില്ലാതെ എന്റെ കുഞ്ഞ് വളരരുത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കാം. മോളെ അർച്ചനെ, നീ ഈ പെട്ടിയെടുത്ത് അവന്തിയെ മുറിയിൽ കൊണ്ടുവന്നാക്ക്. ഇതോടെ എല്ലാം തീർന്നെന്ന് തുടങ്ങിയെന്ന് കരുതണ്ട. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം സ്വന്തമല്ല എടുത്തി. എപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ചെടുക്കുമെന്നും കരുതണ്ട. ഈശ്വരൻ എന്ന് പറയുന്ന ആള് എന്റെ കൂടെ തന്നെയാ. എപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ചെടുക്കുന്ന എന്റെ സ്വന്തം ആള്. ഒരുങ്ങിയിരുന്നോ അവന്തികയായിട്ടുള്ള പുതിയ പോരാട്ടത്തിന്? കാണണം നമുക്ക്.